ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം നാവിൽ ആസ്വദിച്ചു തുടങ്ങിയിട്ട്, മനസ്സിൽ ചേർത്ത് വെച്ചു തുടങ്ങിയിട്ട് ഇന്ന് 152 ദിവസം. ശ്രീമന്നാരായണീയം 15 ദശകത്തിൽ 4 ശ്ലോകത്തെ ധ്യാനയോഗത്തെ അവതരിപ്പിക്കുന്നു. ഇന്ന് ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അർത്ഥം, വീണ്ടും ശ്ലോകം ചൊല്ലി ശ്രീഹരിയം എന്ന ഭാഷാഗാനം പാടി സമർപ്പിക്കാം. വിമലമതിരുപാത്തൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതതമാലം ശീലയേതാനുവേലം കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദിൽ. എങ്ങനെയൊക്കെയാണ് ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത്, അതിൽ ധ്യാനയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, ഉപാത്തൈ ആസനാദ്യൈ വിമലമതിഹി. യമം, നിയമം, ആസനം, പ്രാണായാമം, ഇവ പരിശീലിച്ച് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ ദിവ്യഭൂഷായുധാംഗം വിമലമതിഹി, ചിത്തത്തിന് മനസ്സിന് ശുദ്ധി വന്നാൽ, വിമലമായ ബുദ്ധിയോടുകൂടിയവനായി തീർന്നാൽ
ദിവ്യഭൂഷായുധാംഗം ഗരുഡസമധിരൂഢം. ദിവ്യാലങ്കാരങ്ങളെ കൊണ്ടും ദിവ്യ ആയുധങ്ങളെ കൊണ്ടും അതൊക്കെ ധരിച്ച് ഗരുഡന്റെ പുറത്ത് ഇരിക്കുന്ന രുചിതുലിതമാലം മദംഗം, പച്ചിലമരം പോലെ ഒരു ഇളം തവിട്ട് കലർന്ന നിറാണ് തമാലവർണം. ഭാഗവതം പ്രഥമസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഭീഷ്മസ്തുതിയിൽ പറയുന്നുണ്ട് തമാലവർണം എന്ന് ഭഗവാനെ കുറിച്ച്. അതേപോലെ പച്ചിലമരം പോലെ നീലവർണ്ണമുള്ള എൻ്റെ സ്വരൂപത്തെ, മദംഗം, വീണ്ടും എൻ്റെ എന്ന് തന്നെയാണ് പറയുന്നത്, താൻ തന്നെയാണ് ഈശ്വരൻ എന്ന ഭാവത്തിൽ. അനുവേലം ശീലയേത, എപ്പോഴും ധ്യാനിച്ചു പരിചയിക്കണം എന്ന് പറയുന്നു. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാതി. അഷ്ടാംഗയോഗത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇതാണ് അഷ്ടാംഗയോഗം. അതിൽ യമനിയമങ്ങൾ, അഹിംസ, സത്യം, അസ്തേയം, ഇതൊക്കെ യമമാണ്, എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. നിയമങ്ങൾ കാലദേശങ്ങൾക്കനുസരിച്ച്, വർണ്ണാശ്രമങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരും. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നീട് ആസനജയം നേടണം. യോഗാഭ്യാസത്തിലൂടെ ആസനജയം നേടി പ്രാണായാമത്തിലൂടെ നാഡീശുദ്ധി വരുത്തി പൂരകം, കുംഭകം, രേചകം എന്നിങ്ങനെയുള്ള 3 തരത്തിലുള്ള തലങ്ങളാണ് ഈ രീതിയിൽ നമ്മൾ പ്രാണായാമത്തിനുള്ളത്. പ്രാണായാമം കഴിഞ്ഞാൽ പ്രത്യാഹാരത്തിലൂടെ പുറത്തേക്ക് ഒഴുകിയിരുന്ന മനസ്സിനെ അകത്തേക്ക് തിരിച്ചു വെക്കാനുള്ള ശ്രമമാണ് പ്രത്യാഹാരം. അങ്ങനെ പുറത്തേക്ക് തിരിഞ്ഞിരുന്ന ഇന്ദ്രിയങ്ങളൊക്കെ അകത്തേക്ക് അന്തർമുഖമാകുന്നതാണ് ധാരണ. ഈ 6 തലങ്ങൾ കഴിഞ്ഞാൽ 7-ാമത്തേതാണ് ധ്യാനം എന്നുള്ളത്. അപ്പോൾ ഹൃദയശുദ്ധി വന്നാലേ ധ്യാനത്തിന് ഏകാഗ്രത കിട്ടുള്ളൂ. ഹൃദയശുദ്ധിക്ക് വേണ്ടിയാണ് അതിനു മുമ്പ് പറഞ്ഞ യമം, നിയമം, ആസനം തുടങ്ങിയവയൊക്കെ ശീലിക്കുന്നത്. ഇവിടെ 4-ാമത്തെ ദശകത്തിൽ 2ഉം 3ഉം ശ്ലോകങ്ങളെ കൊണ്ട് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോത്പലതളശ്യാമം ശംഖചക്രഗദാധരം സഞ്ചിന്തയേൽ ഭഗവതശ്ചരണാരവിന്ദം എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് ഭഗവാന്റെ ദിവ്യമായ സ്വരൂപത്തെ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവത് സ്വരൂപ ധ്യാനം നടത്തി അവസാനം സമാധി എന്ന തലത്തിലേക്ക് എത്തുന്നു. അപ്പം ഇവിടെ ആ ജ്ഞാനയോഗത്തെ പറഞ്ഞതിന് ശേഷം ധ്യാനയോഗത്തെ പറഞ്ഞു. ഇതി കപിലതനുത്വം, ഇങ്ങനെയുള്ള കപിലവാസുദേവനായിരിക്കുന്ന അവിടുന്ന്, സ്വരൂപം സ്വീകരിച്ച അവിടുന്ന് ദേവഹൂതിയോട് പറഞ്ഞു എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആ ശ്ലോകം ചൊല്ലാം, പിന്നീട് അതിൻ്റെ പരിഭാഷയിലേക്ക് കടക്കാം. വിമലമതിരുപാത്തൈരാസനാദ്യേർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. നാരായണ 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 കപിലമൂർത്തേ. യമനിയമാസന പ്രാണായാമങ്ങൾ ശീലിക്കുക, ചിത്തശുദ്ധി വരുത്തുക, അതിനുശേഷം ഗരുഡാധിരൂഢ മേഘവർണ്ണനെ ഭജിച്ചിടുക. ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. നാരായണ 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 കപിലമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.